காதல் முகங்களின் நிறம் பார்க்குமோ நீ கொண்டு வா காதல் மரம் பூத்தூவுமே பன்னீர் மரம் சூடான கனவுகள் கண்ணோடு தள்ளாட வெள்ளை புறா ஒன்று ஏங்குது கைയിൽ വരാമലേ. വളരാൻ ആഗ്രഹിക്കുന്ന ഒരു പുതുതലമുറയിലെ ഗായികയെ പരിചയപ്പെടുത്തുകയാണ് ഹലോ റേഡിയോയിലൂടെ. നമസ്കാരം. നമസ്കാരം. എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ കഴിഞ്ഞ മാസം എൻറോൾ ചെയ്തു. ഇനി ഞാൻ മജിസ്ട്രേറ്റ് കോച്ചിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുക. കറൻ്റ്ലി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ഗായികയായിട്ട് വളരാനാണോ ഒരു വക്കീൽ തൊഴിലിനെ ഒപ്പം തന്നെ പാട്ടും ചേർത്ത് പോകാനാണോ? എന്താണ് ആഗ്രഹം? പാട്ട് കൊച്ചിലെ തൊട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അച്ഛനാണ് എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അച്ഛൻ ചെറുപ്പം തൊട്ടേ പൊതുവെ ഞാൻ സിനിമയിലൊക്കെ കാണുന്ന പാട്ടുകൾ എന്നെ കൊണ്ട് പാടിപ്പിക്കും. പഴയ പാട്ടുകൾ ഒരുപാട് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 10ാം ക്ലാസ് വരെ ഞാൻ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ ഹോസ്റ്റലിലായി. അങ്ങനെയൊക്കെ ആയപ്പോൾ പഠിപ്പ് മുടങ്ങിയിട്ടുണ്ട്. എന്നാലും പ്രാക്ടീസും കാര്യങ്ങളും എപ്പോഴും ഉണ്ട്. പ്രോഗ്രാംസ് ഇല്ല. എത്ര വയസ്സ് തൊട്ട് സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്? ഒരു 4-5 വയസ്സ് തൊട്ട്. കർണാടിക് സംഗീതം തന്നെയാണോ കൂടുതലും? അതെ അതെ. ഹിന്ദുസ്ഥാനിയോടൊക്കെ അങ്ങനെ ഭ്രമം തോന്നിയിട്ടുണ്ടോ വല്ലപ്പോഴും? ഞാൻ ഒരുപാട് കേൾക്കും, പാടാൻ ശ്രമിക്കാറുമുണ്ട്. എന്നാലും കർണാടിക് തന്നെയാണ് കൂടുതലും. നമ്മൾ പഴയകാല ഗായകന്മാരോ അല്ലെങ്കിൽ സംഗീത സംവിധായകരുടെയൊക്കെ പാത പിന്തുടരാനുള്ള ആഗ്രഹമാണല്ലോ ശരിക്കും? അതെ അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരാണ് ശരിക്കും? ഗായിക എനിക്ക് സുശീലാമ്മയാണ്. സുശീലാമ്മയാണ്. എല്ലാവരും ജാനകിയമ്മ എന്ന് പറയാറാണ് പതിവ്. പക്ഷെ ഏറ്റവും മധുരമായിട്ടുള്ള ഗാനങ്ങൾ മലയാള സിനിമയിൽ പാടിയിട്ടുള്ളത് സുശീലാമ്മ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ നമുക്കിപ്പോൾ ഒരു മലയാളത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സുശീലാമ്മയായാലും ജാനകിയമ്മയായാലും വാണി ജയറാമാണെങ്കിലും ഒരു മലയാളിയല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിത് ചോദിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാക്കുകളുടെ അക്ഷരസ്ഫുടത എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള സംഭവം ഉണ്ടല്ലോ. മലയാള സിനിമയിൽ അത്തരം രീതികൾ കുറഞ്ഞു വരുന്നുണ്ടോ ഒരു പുതിയ കാലഘട്ടത്തിൽ? എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? അക്ഷരസ്ഫുടത കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അച്ഛനൊക്കെ പറയുകയാണെങ്കിൽ ആൾക്കാർ ലായും ലായും തിരിച്ചു പറയില്ല, ഴാ മര്യാദയ്ക്ക് ഉച്ചരിക്കില്ല, ഇങ്ങനെയൊക്കെ രീതിയിൽ പല അതൊക്കെ പല പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട്. ഒരു ഗാനമേളക്കൊക്കെ പാടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ സുശീലാമ്മയുടെ പാട്ടുകൾ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടോ? അങ്ങനെ ശബ്ദം അനുകരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ടോ? ഞാൻ കേൾക്കുന്നത് പോലെ അത് റിഡൻഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കേൾക്കുന്നത് എങ്ങനെയാണോ അതേ ഒരു ഇമ്പാക്റ്റില് പാടണം. ആ പാട്ട് സുശീലാമ്മ പാടിയ ചില രീതികളൊക്കെ ഉണ്ടാവും അല്ലെ, വാക്കുകളുടെ ഉച്ചാരണം, അത്തരത്തിലുള്ള രീതികളിലേക്കൊക്കെ ചിലർ കേട്ടിട്ടുണ്ട്. നമ്മൾ ഗാനമേള എന്ന് പറയുന്നത് ദാസേട്ടൻ പാടിയ പാട്ട് അത് അതേ ശബ്ദത്തിൽ അതേ ഭാവത്തിൽ അതേ രീതിയിലൊക്കെ പാടാനായിട്ട് ശ്രമം നടത്താറുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പോകാറുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, ഞാൻ എൻ്റെതായ രീതിയിൽ തന്നെയാണ് പാടാറ്. പക്ഷെ എനിക്ക് ആ ഫീൽ ഉൾക്കൊണ്ട് പാടണം എന്ന് എപ്പോഴും തോന്നാറുണ്ട്. ഫീൽ ഉൾക്കൊണ്ട് പാടാണ്. അപ്പൊ അത്തരം ഫീലുകൾ തോന്നിയിട്ടുള്ള ഒരു മലയാള ഗാനം പാടാൻ പറഞ്ഞാൽ ഏതാണ് പാടാൻ പറ്റും നമുക്ക്? പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാ പ്രാവെല്ലാം പറിപ്പോകേ, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാ പ്രാവെല്ലാം പറിപ്പോകേ. അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ പേര് സലിൽ. എന്ത് ചെയ്യുന്നു? അച്ഛൻ ESIയിൽ വർക്ക് ചെയ്യുന്നു. ഞാനിത് ചോദിക്കാൻ കാരണം അച്ഛനെ പല വേദികളിൽ നമുക്ക് കാണാൻ
കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ശരിക്കും പറയുകയാണെങ്കിൽ. സംഗീത സംഘങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ എറണാകുളം, അതായത് എറണാകുളം തൃശ്ശൂരും തമ്മിൽ ഇന്ന് നമുക്ക് ടാലി ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും കലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലം എറണാകുളമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ദർശനത്തിൽ തൃശ്ശൂർ ഈ സംഗീതത്തിന് വളരെയധികം സംഘങ്ങൾ നല്ല പ്രാധാന്യം നൽകിക്കൊണ്ട് പോകുന്നത്. എന്താണ് സുനന്ദയുടെ അഭിപ്രായം? എനിക്ക് തൃശ്ശൂർ തന്നെയാണ് സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള ഒരു പേരിനോട് നീതി പുലർത്തുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മ്യൂസീഷ്യൻസും ഇഷ്ടംപോലെ ഇവിടുന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പലരും പറഞ്ഞ വഴി ഇപ്പൊ തൃശ്ശൂരുകാർ തന്നെ പറയുന്ന വഴികളാണ്. പണ്ട് കാലത്ത് മദ്രാസിലായിരുന്നു, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, റെക്കോർഡിംഗ് സ്റ്റുഡിയോകളൊക്കെ അവിടെ ആയിരുന്നല്ലോ. പിന്നീട് അതിന് ശേഷം എറണാകുളം, ട്രിവാൻഡ്രം ഒക്കെയാണ് ഈ സംഗീത സംഘങ്ങളുടെ അല്ലെങ്കിൽ സംഗീതത്തിന്റെ ഉത്ഭവം എന്ന് പോലും പറയപ്പെടുന്ന. പക്ഷേ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഗീത സംവിധായകർ തൃശ്ശൂരുണ്ട്, മ്യൂസീഷ്യൻസ് തൃശ്ശൂരുണ്ട്, പാട്ടുകാർ തൃശ്ശൂരുണ്ട്. പിന്നെ ഇതുപോലെ നമ്മുടെ റീജിയണൽ തിയേറ്ററിൽ പോലുള്ള തിയേറ്ററുകളിലൂടെ ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ ഒരുപാട് പേർ അല്ലേ അത്തരത്തിലുള്ള വേദികളിലൊക്കെ പാടാനുള്ള ഒരു അവസരം ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓർമ്മിക്കുന്ന അത്തരത്തിലുള്ള സംഘം ഏതായിരിക്കും തൃശ്ശൂരുള്ളത്? തൃശ്ശൂരുള്ളത് ഇപ്പൊ റീസെന്റ് ഞാൻ പാടിയിട്ടുള്ളത് മധുരസ്മരണ എന്നുള്ളതാണ്. അത് ഉഷ ടീച്ചറാണ് ഓർഗനൈസ് ചെയ്യാറ്. അതിലാണ് പ്രമോദേട്ടനൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഗീതസംഗീതത്തിൻ്റെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പിന്നെ അതല്ലാതെ ഞാനങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസിനേക്കാളും കൂടുതൽ ഞാൻ തന്നെ ഇരുന്ന് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് വീഡിയോ എടുത്ത് അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. സ്വന്തം വഴികളിലൂടെ സഞ്ചരിക്കാനാണ് ഇഷ്ടം അല്ലേ? അതെ. പ്രോഗ്രാംസ് എനിക്ക് വർഷത്തിൽ ഒരു 3-4 പ്രോഗ്രാംസ് ഒക്കെ കിട്ടും. അത് ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഗ്രൂം ചെയ്തൊക്കെ തന്നെ ചെയ്യുന്നത്. കൂടാതെ ഇതെപ്പോഴും കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടും കോളേജിലൊക്കെ ഒരുപാട് ഫംഗ്ഷനും ഫെസ്റ്റിലും പാടിയിട്ടുള്ളത് കൊണ്ട് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. അതിൻ്റെ ഒപ്പം വീഡിയോസ് എടുക്കും, എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലിടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ അങ്ങനെ സംഗീത? ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോൾ ധാരണ സിനിമ പാട്ടുകളാണോ ലളിതഗാനങ്ങളാണോ ഏതാണ് പാടാറ്? മത്സരങ്ങളിൽ കൂടുതലും ഞാൻ ക്ലാസിക്കലാണ് പാടാറ്. ക്ലാസിക്കലിൻ്റെ മത്സരത്തിലാണ് ഞാൻ കൂടുതലും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. സംഗീത മത്സരങ്ങൾ. അതെ അതെ, അതിനാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്. അഥവാ അല്ലെങ്കിൽ സിനിമ പാട്ടുകളാണ് കൂടുതലും, ലളിതഗാനങ്ങളിലേക്ക് കുറവാണ്. ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല അല്ലേ? നല്ല പാട്ടുകൾ ഏതാണെങ്കിലും കേൾക്കും. ഒരുപാട് കേൾക്കാറുണ്ടല്ലോ പാട്ട്. ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ ഏത് തരം പാട്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കാറ്? എനിക്ക് കംഫർട്ടബിൾ ആയതും ഞാൻ ഒരുപാട് പാടുന്നതും അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് നല്ല റെട്രോ തമിഴ് സോങ്സ് ആണ്. അതെ. അപ്പോൾ നമ്മുടെ ശബ്ദത്തിന് അങ്ങനെ ഒരു തമിഴ് ടച്ച് ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? തമിഴ് ടച്ച് ഞാൻ പാടുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻസ് കിട്ടാറുള്ളത് കംഫർട്ടാണെന്ന് തോന്നിയിട്ടുണ്ടല്ലേ ആ ഒരു മേഖലയിൽ? അപ്പോൾ തമിഴിലാണെങ്കിൽ ഏത് ഗായികയാണ് നമുക്ക് ഇഷ്ടം? തമിഴില് ഞാൻ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകൻ, ഇപ്പം നമ്മൾ പറയാം, നിങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്നവരാണ്. ആ കാലഘട്ടത്തെ സംഗീതമാണോ അതോ അതിന് മുൻ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇളയരാജ യുഗം ഒക്കെ ഉണ്ടായിട്ടുണ്ട്, MS വിശ്വനാഥൻ, MB ശ്രീനിവാസൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരുടെ സംഗീതമാണ്? അതിൽ ദേവ ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ കുറച്ച് പേരുടെ പേര് പറഞ്ഞെന്ന് മാത്രം. ഏതായിരിക്കും? ഇളയരാജ ഇസ് ദ കിങ്. ഓക്കെ. എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്ത് പാടാറ്. കൂടാതെ എനിക്ക് ഹാരിസ് ജയരാജിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ രണ്ടുപേരുടെയും പാട്ടുകളാണ് കേൾക്കാറ് കൂടുതൽ. ഏറെ വ്യത്യസ്തതയുള്ള രണ്ട് ധ്രുവങ്ങളാണോ രണ്ടുപേരുടെയും പാട്ട് അല്ലേ? ഇളയരാജ സാർ എന്ന് പറഞ്ഞ ഒരു ക്ലാസിക് സോങ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള യാത്രയും, ഇത് കുറച്ചും കൂടി ന്യൂജൻ രീതിയിൽ പോകുന്ന പാട്ടുകളാണ്. അവരൊരു വേറെ സംഘങ്ങളാണ് ശരിക്കും. റഹ്മാൻ, ഹാരിസ് ജയരാജ് അല്ലേ അവരൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പോൾ പാടാൻ പറഞ്ഞാൽ ഒരു തമിഴ് സോങ് ഏതായിരിക്കും നമുക്ക് പാടാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. ഞാൻ വിഴിയെ കഥയെഴുത് പാടാമെന്ന് വെച്ചാൽ, കോവിൽ പെൺ കൊണ്ടത് ദൈവം കൺ തന്നത്, കോവിൽ പെൺ കൊണ്ടത് ദൈവം കൺ തന്നത്, பூஜையார் செய்வது இந்த பூவை யார் கொள்வது, ஊமைக்கு வேறேது பாஷை உள்ளத்தில் ஏதேதோ ஆசை, உனக்காகவே நான் வாழ்கிறேன்.
மஞ்சள் வானம் தென்றல் சாட்சி உனக்காகவே நான் வாழ்கிறேன். തമിഴ് പാട്ടുകൾ പാടും ഭാഷ ഒരു പ്രശ്നമാവാറുണ്ടോ? ഇല്ല. ഒരു തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഹിന്ദി പാട്ടുകൾ എന്നൊക്കെ പറയുന്ന പാട്ടുകൾ നമ്മുടെ തൃശ്ശൂരല്ല ശരിക്കും, ഒരു കോഴിക്കോട് മലപ്പുറം ഏരിയയിലൊക്കെ പോയ ഹിന്ദിയുടെ സ്ലാങ്ങും ഉച്ചാരണമൊക്കെ വളരെ കൃത്യമായിട്ട് പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ തമിഴിൻ്റെ ഒരു ശോഭ അല്ലേ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഭാഷ എന്തായാലും പാട്ടിൻ്റെ ഒരു മധുരിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക, എങ്കിലും കൂടി ഈ സ്ലാങ്ങും ആ പ്രൊനൗൺസിയേഷനൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഒരു പ്രൊഫഷണൽ ഗായിക വേദികളിൽ പാടുന്നൊരു ഗായികയാകാനാണോ അതോ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ആവാനോ, ഏതാണ് ആഗ്രഹം? പ്ലേ ബാക്ക് സിംഗിങ് എല്ലാവരുടെയും മനസ്സിലൊരു സ്വപ്നമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഈ ഒറ്റയ്ക്ക് പാട്ടുകൾ കേൾക്കുകയും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ ആ ഒരു സ്വഭാവത്തിൽ വരുമ്പോൾ ഒരു സംഗീത സംവിധായക ആയിക്കൂടാ എന്നൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, നമ്മുടെ മലയാളം സിനിമയിലാണെങ്കിൽ പോലും അത് വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരണം എന്നുണ്ട്. സംഗീത സംവിധായിക ജനിക്കട്ടെ, അത് ഹൃദയത്തിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് കുറേ കാലമായിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ പാട്ടുകൾ നമ്മൾ വല്ല റെക്കോർഡിങ് ആൽബങ്ങളൊക്കെ വേണ്ടിയിട്ട് പാടിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സ്റ്റുഡിയോകളായിട്ടുള്ള ബന്ധമുണ്ടോ? ശരിക്കും ഇല്ല. അപ്പൊ അതിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ശരിക്കും. അതെ. പ്രഥമമായിട്ടൊരു ജോലി എന്നുള്ള ലക്ഷ്യമാണോ ആദ്യം? ജോലിയാണ് ആദ്യത്തെ ലക്ഷ്യം. ഫസ്റ്റ് ടൈം അതാണ് അല്ലേ? അതെ, എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളതാണ് എൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ്. അതിനുശേഷം ആയിരിക്കാം നമ്മുടെ ഒരു വർക്ക് അല്ലേ കൊണ്ടുപോകാലോ അല്ലേ? അതെ, ഞാൻ പാട്ട് പാടുന്നതിനൊപ്പം ഞാൻ വരയ്ക്കുകയും ചെയ്യും. ചിത്രകാരിയാണ്. അതെ. അപ്പോൾ എല്ലാം ഒരുവിധം ഞാൻ എല്ലാം ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ക്രിയേറ്റീവ് മൈൻഡാണ് മൊത്തം അല്ലേ? അതെ, കൂടെ സ്പോർട്സും ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു വക്കീല് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ നിയമം കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് പോകുന്ന ഒരു കലാകാരി എന്ന് പറയുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ സിനിമയിലൊക്കെ പറയാറില്ലേ, ഈ കാക്കിക്കുള്ളിലും ഒരു ഹൃദയമുണ്ട് കലാകാരൻ്റെ, അതുപോലെ അല്ലേ? അങ്ങനെ മുന്നോട്ട് പോട്ടെ, എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ. അപ്പോൾ ആരെങ്കിലും കൃത്യമായിട്ട് തൻ്റെ ഈ വരവിൽ ആരെങ്കിലും കൃത്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും ഓർക്കാനുണ്ടോ? നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത് എന്നും അച്ഛൻ തന്നെയാണ്. അച്ഛൻ തന്നെയാണ് അല്ലേ? നെടുന്തൂണായി അച്ഛൻ തന്നെയാണ് ഒപ്പം ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ആ ഒരു വലിയ വിശ്വാസത്തിൽ മുന്നോട്ട് പോട്ടെ. അച്ഛൻ എൻ്റെ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്കും കൂടെയാണ്. ഞാൻ എത്ര പാടിയാലും പുള്ളി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്നും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് അയച്ചാലും എപ്പോഴും കറക്ഷനാണ്. ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശക്തിയും ബലവും അല്ലേ? അതെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. തിരക്കിനിടയിൽ എത്തിച്ചേർന്നപ്പോൾ ചെറിയൊരു ജലദോഷം ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ചില പാട്ടിൽ അല്പസ്വല്പം എങ്കിലും വളരെ പ്രാഗൽഭ്യത്തോടെ തന്നെ പാടുമെന്ന് വിശ്വസിക്കാം. സുനന്ദയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. மலையிட காத்து அள்ளிருக்கு, தாலி செய்ய நேற்று சொல்லிருக்கு. இது சாயங்காலமா மடி சாயுங்காலமா, முல்லைப்பூ சூட மெல்லப்பாய் போட அடவாக காத்து சூட ஏத்துது. புத்தி வச்ச மல்லிகை முட்டு புத்துரிச்சு வைக்கத்து வைத்து பேசி பேசி ராசி